ജീവന്റെ മിടിപ്പ് നോക്കുന്ന എന്നെയാണോ പൊട്ടാസ് കോയിൽ കാണിച്ച് വരട്ടാൻ നോക്കുന്നേ? തോക്ക് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ തോക്ക് നമ്മളെ ഉപയോഗിക്കരുത്. പഴയൊരു മാവോ സൂക്ത. തങ്കച്ചിക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ആലോചിക്ക്. അപ്പൊ ശരി, പോട്ടെ പോട്ടെ പട്ടേരി. എന്തായാലും ദേവിക അറിയാതെ എങ്ങനെ നിന്ന നിൽപ്പില് ശരത്തിന്റെ ബൈക്ക് കത്തോന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഷെടാ, സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല വക്കീലെ. മഴക്കാലം അല്ലേ, വല്ല ഇടിയും വെട്ടിയതാവും. ഓ എന്ന് ഞാനേ വിശ്വസിച്ചു. ദേ സത്യം പറ ദേവികെ, ഏത് പമ്പിൽ നിന്നാ എപ്പോഴാ പെട്രോൾ വാങ്ങിയത്? ഞാൻ സത്യ വക്കീലെ പറഞ്ഞേ. വക്കീലിനോടും വൈദ്യനോടും കള്ളം പറയരുത് എന്നാണ് പഴമൊഴി. എല്ലാ സത്യവും വക്കീലിനോടും വൈദ്യനോടും പറയരുതെന്നാ പൊതുമൊഴി. ഓ അതെ, ഞാനത് തെളിയിച്ചോളാം. വക്കീല് ഫോൺ വെച്ചേ, ഞാനിതിന്റെ തുടർചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കട്ടെ. ശരി ശരി. വിശേഷം അറിയിക്കലും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞോ? അത് അമ്മേ, ഞാൻ കുറച്ചൊക്കെ മനുഷ്യത്വം വേണം ദേവികെ. എന്നതാ പാർവതി? ശരത്തിന്റെ ബൈക്ക് കത്തിയത് സിദ്ധാർത്ഥനെ വിളിച്ചു പറഞ്ഞ് ദേവിക ആഘോഷിക്കുക. കുറച്ച് മനുഷ്യത്വം വേണമെന്ന് ഞാൻ പറയായിരുന്നു. മനുഷ്യത്വം മൃഗത്തോടാണോ പാർവതി പറയുന്നേ? അമ്മ, ഞാൻ സിദ്ധുവിനെ വിളിച്ചതൊന്നും അല്ല. ശരത്ത് തന്നെയാ സഹതാപ തരംഗം സൃഷ്ടിക്കാനായിട്ട് പ്രേമേച്ചയെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. അത് സത്യമാണോന്നറിയാൻ സിദ്ധു എന്നെ വിളിച്ചു. അത്രയുള്ളൂ. അത്രയുള്ളൂ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ കതിരും പതിരും അറിയണോന്ന് സിദ്ധാർത്ഥൻ എന്താ ഇത്ര നിർബന്ധം? അതേ, നമ്മുടെ ശരത്തുമോനോടുള്ള അസൂയ. അവനെ ഇങ്ങനെ കറുത്ത കോട്ടുമിട്ട് കാലം കൊട പോലെ കേസില്ലാ വക്കീലായി തേരാപ്പാര നടക്കല്ലേ? ഈ ശരത്തുമോന്റെ പകുതി കഴിവ് അവനുണ്ടോ? അതില്ല. പാവം ശരത്തുമോൻ ഒരു തുള്ളി കട്ടൻ ചായ പോലും തൊണ്ടേന്ന് ഇറങ്ങാതെ വിഷമിച്ചിരിക്കുക. ഒന്ന് നിന്നേ. ഇതുകൊണ്ടൊന്നും ശരത്തിന് ഒരു ഇളക്കോ സംഭവിക്കത്തില്ലടി. കടല് ചാടി കിടന്നിട്ടുള്ളവനാ ഈ ശരത്ത്. അത് പിന്നെ ഹനുമാന്റെ കഥ എനിക്ക് അറിഞ്ഞൂടെ? പോടാ പോടാ. നീ കണ്ടോ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന്? ഓ, കാണാമേ. നീ ആ നരക പിശാചിനെ 2 എണ്ണം പറഞ്ഞത് കാര്യമായിരിക്കും. ആ ദേവികേ, ശരത്തുമോന്റെ ബൈക്ക് കത്തിയതിൽ അവക്ക് സന്തോഷം. അതും സന്തോഷം മറ്റവനുമായി പങ്കിടുക. സത്യം പറഞ്ഞ പാർവതി, ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ സുതിമോന്റെ ഹൃദയം ഇങ്ങ് തിരിച്ചു വാങ്ങിക്ക വേണ്ട. അമ്മ എന്താ ഈ പറയുന്നേ? കടം കൊടുത്ത വസ്തുവല്ലോ ആണോ തിരികെ വാങ്ങിക്കേ? എടി, എന്നാ പിന്നെ വാടക വാങ്ങിക്കാം. ദിവസം കുറഞ്ഞത് 1000 രൂപയെങ്കിലും വേണം. അമ്മ തന്നെ മനോഹരേട്ടനോട് പറഞ്ഞാ മതി. അല്ല പാർവതി, മക്കുണൻ എന്താ ഇന്നലെ രാത്രി വരാതിരുന്നേ? മഴ, എവിടെയോ മണ്ണിടിഞ്ഞെന്നോ ഉരുള് പൊട്ടിയെന്നോ, അതുകൊണ്ട് ബസ് മുടങ്ങി പോലും. കള്ളമാ. സത്യത്തിൽ ശരത്തുമോന്റെ ബൈക്ക് കത്തലും മനോഹരന്റെ മാറി നിക്കലും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഓ, ഇന്നലെ രാത്രി ഞാനത് പറഞ്ഞപ്പോ നീ ചാടിക്കടിക്കാൻ വന്നു. ഇക്കാര്യത്തില് ദേവിയെ എനിക്ക് സംശയമില്ലാതില്ല. നീയേ അടുക്കളയിലിരിക്കുന്ന മാവ് എടുത്തോണ്ട് പോയി ഒന്ന് കുഴയ്ക്ക്. വൈകിട്ടത്തെ ചപ്പാത്തിക്കെങ്കിലും നല്ല മയം കിട്ടും. അമ്മ വരുന്നുണ്ട് കേട്ടോ. ആര്? പ്രഭമോളോ?
പിന്നെ അല്ലാതെ ആര്? എന്റെ പാർവതി അമ്മ ഇവിടെ നിൽക്കുമല്ലേ. ശരത്തെ, ശരത്ത് സിദ്ധാർത്ഥന്റെ ചേച്ചിയെ വിളിച്ച് ബൈക്ക് കത്തിയ വിവരം പറഞ്ഞായിരുന്നോ? വിവരം പറഞ്ഞായിരുന്നു. പക്ഷേ പ്രേമേച്ചി ഇങ്ങോട്ടാ വിളിച്ചത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ. എന്ത് കാര്യോ ശരത്ത് മോനെ? അഡ്വക്കേറ്റ് ചന്ദ്രലേഖയുടെ അച്ഛൻ നടേശ സാറ് ഇവിടുത്തെ അച്ഛനെതിരെ കേസ് കൊടുത്തേക്കുന്നു. അയ്യോ, അതെന്തിന്? അമ്മേ, അങ്ങേരെ ആരോ ഇരുട്ടടി അടിച്ച വിവരം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അച്ഛൻ ആളെ വീട്ടിൽ ചെയ്യിച്ചെന്നാ പറയുന്നത്. മനോഹരേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ചെയ്യിച്ചത് ദേവികയാണ്. ചന്ദ്രലേഖയോടുള്ള വൈരാഗ്യം. ആ, ചെയ്യിച്ചത് ഡോക്ടർ നിരഞ്ജന്റെ ഗുണ്ടകളായിരിക്കും. 2 പേഴകളുണ്ടല്ലോ, ഇരുട്ടും പരുന്തും. എന്റെ ബൈക്ക് കത്തിച്ചതും അവന്മാരാണോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ആ, അങ്ങനെ വരട്ടെ. അതിനാ മോനെ സാധ്യത. ആ, ഇനി കേസ് വന്നാ വാദിക്കാൻ വക്കീലും ഉണ്ടല്ലോ. ഏത് വക്കീല് വന്ന് വാദിച്ചാലും അഴിയാത്ത പൂട്ടിട്ട് ഞാൻ അവന്മാരെ പൂട്ടും. അവന്മാരാണ് എന്റെ വണ്ടി കത്തിച്ചെങ്കിൽ. അമ്മ പെട്ടെന്ന് ഇങ്ങ് വന്നു. ബൈക്ക് എവിടെടാ? അത് വർക്ക്ഷോപ്പുകാർ കൊണ്ടുപോയി. അതിനി ആക്രിക്കാർക്കേ പറ്റൂ. പോട്ടെ. പോട്ടെന്നോ? എത്ര നിസ്സാരമായ നീ പറയുന്നേ. ആ ബൈക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നോ? അമ്മേ, എന്റെ ശ്രാവൺ മോന്റെ ബൈക്ക്. കാല് വയ്യാത്ത എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. അവന് ഞാൻ വാങ്ങിച്ചു നൽകിയ പിറന്നാൾ സമ്മാനം. 1 മാസം തികച്ചവൻ അതിൽ സഞ്ചരിച്ചിട്ടില്ല. അതിനു മുന്നേ പോയി. അമ്മേ, എന്റെ ശ്രദ്ധ കുറവല്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ.